കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള കേരളത്തിന്റെ സംയുക്ത പ്രക്ഷോഭം എന്ന വലിയൊരു ആശയത്തിന് നിരവധി തവണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പിന്തുണ സർക്കാർ അടക്കം തേടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് ആശയക്കുഴപ്പം ഇപ്പോഴും ഈ ഒരു ആവശ്യത്തിൽ UDF-നുള്ളിൽ തുടരുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാരുമായി സഹകരിച്ചുള്ള സംയുക്ത സമരം വേണ്ട, ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുമുള്ള നിലപാട്. എന്നാൽ ഈ കാര്യത്തിൽ കേരളത്തിന്റെ പൊതുവികാരത്തെ തള്ളിക്കളയരുതെന്നാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ UDF യോഗം ഇന്ന് രാത്രി ഓൺലൈനായി ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിജിൻ. ഗുഡ് മോർണിംഗ് കാവ്യ. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു LDF സർക്കാരിനെ ഒരു മന്ത്രിസഭയൊന്നും മാത്രം ബാധിക്കുന്ന വിഷയമല്ലല്ലോ. മുഴുവൻ കേരളത്തെ പൊതുജനങ്ങളെ എത്രത്തോളം രൂക്ഷമായി ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനൊപ്പം ചേർന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പൊതുവികാരത്തിനൊപ്പം ചേർന്ന് ഒരു പ്രതിഷേധത്തിന്, ഒരു പ്രക്ഷോഭത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണോ കോൺഗ്രസ് UDF ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്? UDF-ന്റെ തീരുമാനം ഇന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. UDF യോഗം ഓൺലൈനായി ചേരുന്നുണ്ട് ഇന്ന്. എന്തായാലും ഇക്കാര്യത്തിലായിരിക്കും ഒരു ചർച്ച നടക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത്. കാരണം മുഖ്യമന്ത്രി ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം തുറന്നിടുകയും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം, ഒപ്പം തന്നെ ഈ സമ്മർദ്ദം ശക്തമാക്കണം എന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് നവകേരള സദസ്സിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് വിശദീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കേന്ദ്ര അവഗണന, ഒരു ഭാഗത്ത് വായ്പാ പരിധി വെട്ടിക്കുറക്കുന്ന കാര്യം, ഒപ്പം തന്നെ ഈ കേരളത്തിൻ്റെ ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്നു, കേരളം നടപ്പിലാക്കുന്ന തനത് പദ്ധതികൾ പോലും അട്ടിമറിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുണ്ടാകുന്നു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം അതിരൂക്ഷമായ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമര പരിപാടികൾക്ക്, ഒപ്പം തന്നെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊക്കെ രൂപം നൽകാൻ ഈ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ചർച്ചയ്ക്ക് വിളിച്ചത്. അതിന് തൊട്ടു മുമ്പ് തന്നെ നേരത്തെ നവകേരള സദസ്സിൽ ഒക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ഭാഗമായി സുപ്രീം കോടതിയെ ഇക്കാര്യത്തിൽ സമീപിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ. അതിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ കൂടി ഒരു ഒരുമിച്ചുള്ളൊരു പ്രക്ഷോഭത്തിലേക്കും നടപടികളിലേക്കും കടക്കണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. അതിനാണ് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തത്. അതിനുശേഷം പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയത് UDF-ൽ ചർച്ച ചെയ്ത ശേഷം ഒരു തീരുമാനം പറയാമെന്നായിരുന്നു. ഇന്നലെ അതിനുശേഷം ശശി തരൂർ MP മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അത്തരത്തിൽ ഒരു സർക്കാരുമായി ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രക്ഷോഭത്തിനോ ഒരുമിച്ച് നിന്നുള്ള ഒരു നടപടികൾക്കോ പോകേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ്. അതിന് ശശി തരൂർ പറയുന്ന ന്യായീകരണമെന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ നടത്തുന്ന സമരങ്ങളെ സർക്കാർ ഭീകരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരുമായി ഒരു സംയുക്തമായി ഒരു ചേർന്നുള്ളൊരു പ്രക്ഷോഭമോ നടപടിയോ വേണ്ടതില്ല എന്ന തത്വത്തിൽ കോൺഗ്രസിനകത്ത് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ എല്ലാ പരിപാടികളിലും സർക്കാർ പ്രഖ്യാപിക്കുന്ന, സർക്കാർ നടത്തുന്ന എല്ലാ പരിപാടികളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ UDF സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ UDF ഘടകകക്ഷികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിൽ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. ഈ ഗവർണർക്കെതിരായ നിലപാടുകളിൽ പരസ്യമായി കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കേന്ദ്ര അവഗണന നിലനിൽക്കുന്നു എന്ന് UDF-ലെ ഒരു ഘടകകക്ഷി ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയും അത് സംസ്ഥാനത്തെ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളായിരുന്നു. നേരത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിന് വിരുദ്ധമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. സംസ്ഥാനം ദൂർത്ത് നടത്തുന്നതുകൊണ്ടാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്ന ഒരു ന്യായമായിരുന്നു അന്ന് VD സതീശൻ നിരത്തിയത്. അതൊന്നുമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ മന്ത്രിസഭയ്ക്ക് തന്നെ സാധിച്ചു എന്നുള്ളതാണ് നവകേരള സദസ്സ് കൊണ്ടുള്ള ഒരു വലിയ വിജയമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചതിൻ്റെ അത്തരം ഒരു വിജയം അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തിൽ സർക്കാർ സുപ്രീം കോടതിയെ ഇക്കാര്യത്തിൽ സമീപിക്കുകയും ചെയ്തത്. രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന നടപടിയാണ് ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നത്. അത് കേരളത്തിലെ പൊതുവായ ജനങ്ങളുടെ ഒരു വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം സുപ്രീം കോടതിയും അക്കാര്യത്തിൽ
ആദ്യഘട്ടത്തിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത് എന്ന് അറിയിക്കാനുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ ആ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ഈ ലീഗിൻ്റെ എതിരഭിപ്രായം ഈ വിഷയത്തിലും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളിൽ എല്ലാം ലീഗ് കോൺഗ്രസിൻ്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ചില നിലപാടുകൾ തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇക്കാര്യത്തിൽ ലീഗിനും UDF-ലെ തന്നെ മറ്റ് ചില ഘടകകക്ഷികൾക്കും ഘടകകക്ഷി നേതാക്കൾക്കും ഒപ്പം തന്നെ കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്കും എതിരഭിപ്രായമുണ്ട്. UDF ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല. ജനങ്ങളുടെ പൊതുവികാരം ഈ കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല, കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന ഒരു പൊതുവികാരം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരായി നിൽക്കുന്നത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും എന്ന് ചില നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഉൾപ്പെടെ പരസ്യമായാലെങ്കിലും പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ചർച്ച ഇന്നത്തെ UDF യോഗത്തിൽ ഇക്കാര്യത്തിൽ ഉയർന്നു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ UDF-ൽ ആധിപത്യമുള്ള കോൺഗ്രസ്സാണ് അതിന് ലീഡിംഗ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നിലപാടുകളെ VD സതീശൻ്റെ നിലപാടുകളെ പൂർണ്ണമായും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ലീഗിനുണ്ട്. കാരണം ലീഗ് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാട് UDF യോഗത്തിനകത്തും ഒപ്പം തന്നെ ആ യോഗത്തിന് ശേഷവും ലീഗും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനമായി കാത്തിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ സർക്കാരുമായ യോജിച്ച ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു നടപടികൾക്കും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരായി ഒരു തരത്തിലുള്ള തീരുമാനവും എടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അത് കർശനമായി തന്നെ UDF-ൽ അവതരിപ്പിക്കാനായിരിക്കും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിക്കുകയും ചെയ്യുക. ഇതിനെ മറ്റ് ഘടകകക്ഷികൾ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കും? ജനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ള കാര്യത്തിൽ നിന്നും സർക്കാർ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം തുറന്നിട്ട സ്ഥിതിക്ക് അതിൽ ഒരു പങ്കാളിയാവാതെ മാറി നിൽക്കുന്നത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും. പ്രത്യേകിച്ച് നേരത്തെ UDF MP-മാർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുന്ന സാഹചര്യത്തിൽ പോലും UDF MP-മാർ വിട്ടുനിൽക്കുകയായിരുന്നു ചെയ്തത്. ഒപ്പം തന്നെ ഈ പാർലമെൻറ്റിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ ചില പദ്ധതികളെ തടസ്സപ്പെടുത്താൻ പാർലമെൻറ്റിൽ ഈ പദ്ധതികൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു UDF MP-മാരുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് കൃത്യമായി ഈ ലീഗിന് മനസ്സിലാകുന്നുണ്ട്. ഒരു ഭാഗത്ത് വലിയ തരത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ വർഗീയത പടർത്താനുള്ളൊരു ശ്രമം ഭീകരമായി നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനെതിരായി CPM-ഉം അതുപോലെ തന്നെ LDF-ഉം ഒപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്ന് ഒരു പ്രതിരോധം തീർക്കുന്ന ഘട്ടത്തിൽ ഇതിനൊന്നും കഴിയാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്ന വിമർശനം ലീഗിനകത്ത് വലിയ തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിലുണ്ടായ ആശയക്കുഴപ്പത്തിൽ പോലും ലീഗ് സ്വീകരിച്ച പരസ്യ നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ലീഗും ഘടകകക്ഷികളും കോൺഗ്രസിനെ ഏത് തരത്തിൽ സമ്മർദ്ദത്തിലാക്കും, തിരിച്ച് കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇക്കാര്യത്തിൽ LDF-മായോ അതുപോലെ തന്നെ സർക്കാരുമായോ ഒരു സഹകരണത്തിനും വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. കാവ്യ, സമഗ്രമായ വിശകലനമാണ് വിജിനിപ്പോൾ പങ്കുവച്ചത്. സൂപ്പർ റിപ്പോർട്ടർ എന്ന് പറയുന്നുണ്ട് അമ്പിളി കേട്ടോ. അപ്പോൾ സൂപ്പർ റിപ്പോർട്ടറെ വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഡെവലപ്മെൻറ്റുകളുമായൊക്കെ ബന്ധപ്പെട്ട് കാണാം. താങ്ക് യു. എന്തായാലും വിജിൻ വായാന്തോടാണ് കൂടുതൽ വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവച്ചത്.